ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇപ്പോൾ രാത്രി ഒരുപാട് വൈകിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിപ്പൂനൊരു ക്രേവിങ്സ്. നമ്മളിപ്പോൾ വീട്ടിൽ പോയിട്ട് കുറേ ആയല്ലോ. അപ്പോൾ നമ്മുടെ അങ്ങോട്ടേക്ക് പത്തിരിയും മുട്ട റോസ്റ്റും തേങ്ങാപ്പാലൊക്കെ കൂട്ടിയാണ് കഴിക്കാം. അപ്പോൾ അത് കഴിക്കാനൊരു ക്രേവിങ്സ് കേട്ടോ. മേ ബി ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലുമൊക്കെ കണ്ടതായിരിക്കാം. അപ്പോൾ അതുണ്ടാക്കി തരുമോ ചോദിച്ച്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി അതുണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ സമയം ഒരു 11:45 ആയിട്ടുണ്ടാവും. നമ്മളത് ഉണ്ടാക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. ഞങ്ങളിപ്പോൾ പുറത്തൊക്കെ പോയിട്ട് വന്നേ ഉള്ളൂ. അപ്പോൾ കുറേ നേരം ഇങ്ങനെ കഴിഞ്ഞ് ഉറങ്ങാൻ നേരത്താണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു രണ്ടാളും കൂടിയല്ലേ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്കും ചില മിസ്സിങ്ങൊക്കെ ഉണ്ട്. പത്തിരി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പത്തിരിയും തേങ്ങാപ്പാലും ചിക്കൻ കറി, ബീഫ് കറി, മുട്ട റോസ്റ്റൊക്കെ കൂട്ടി കഴിക്കാൻ. അപ്പോൾ നമ്മളത് ഉണ്ടാക്കാൻ പോവാണ്. നമുക്ക് നോക്കാം. ലേറ്റ് നൈറ്റ് രണ്ടാളും കൂടിയുള്ള ഈ കുക്കിങ് ഭയങ്കര ത്രില്ലിംഗ് ആണ് കേട്ടോ. ഞങ്ങൾ പണ്ട് ഹൈദരാബാദായിരുന്ന സമയത്ത് ഇങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ചിലപ്പോൾ അത് കുറച്ചുകൂടി ടൈം 1-2 മണി അങ്ങനെയൊക്കെ ആവും കേട്ടോ. ഇപ്പം അത്രയും അങ്ങോട്ട് പോവാറില്ല. അതിന് മുന്നേ തന്നെ ഇങ്ങനത്തെ ക്രേവിങ്സൊക്കെ വരാറുണ്ട്. എനിക്ക് എല്ലാ ഫുഡും ചൂടോടെ തന്നെ കഴിക്കാനായിട്ട് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഞാനിപ്പോൾ പത്തിരിയാണെങ്കിലും ദോശയാണെങ്കിലും ഒക്കെ ചുട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിപ്പ് വന്നിട്ട് ഇവിടെ കിച്ചണിൽ വന്നിട്ടിരിക്കും. അപ്പോൾ ചുടുന്ന സമയത്ത് തന്നെ എനിക്കും തരും, പുള്ളിയും കഴിക്കും. അപ്പോൾ അത് ശരിക്കും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റാറുണ്ട്, നല്ല ചൂടോടുകൂടി കഴിക്കുമ്പോൾ. അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് ചൂടില്ലാതെ കഴിക്കേണ്ടി വരുമല്ലോ, അല്ലെങ്കിൽ ഒന്നായിട്ട് ചെയ്യണം. അപ്പോൾ സംഭവം പെട്ടെന്ന് കഴിയും. ഞാൻ എടുത്തേക്കുന്നത് ഡബിൾ ഹോഴ്സിൻ്റെ പൊടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പത്തിരീൻ്റെ വെള്ളത്തിൻ്റെ അളവ് 1 ഗ്ലാസ് വെള്ളത്തിന് 1 ഗ്ലാസ് പൊടി എന്നുള്ള അളവിലാണ് കേട്ടോ. അപ്പോൾ പൊടിയെല്ലാം ഒന്ന് സെറ്റായിട്ട് ഒരു 2-3 മിനിറ്റ് മൂടി വെക്കും കേട്ടോ. അപ്പോൾ ഈ 2 മുട്ട കുറേ നേരമായിട്ട് എന്നെ നോക്കി ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതിനെ തന്നെ ഇന്ന് റോസ്റ്റ് ആക്കാമെന്ന്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി നൈസ് പത്തിരി, മുട്ട റോസ്റ്റും തേങ്ങാപ്പാലുമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ രണ്ടുപേരും കൂടി അടുക്കളയിൽ നിൽക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പെട്ടെന്നാണ് പണി കഴിഞ്ഞതെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാൻ പാടില്ല. വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ നടക്കും കേട്ടോ. നൈസായിട്ട് ഇങ്ങനെയൊക്കെയുള്ളൊരു പണി നമ്മൾ കൊടുത്താൽ അധികം നമ്മൾ ഇടങ്ങേറാക്കാൻ നിൽക്കില്ല. കാരണം തിരിച്ച് പണി ഇട്ടു എന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇക്കാകാൻ ഏൽപ്പിച്ചു കേട്ടോ. അതുപോലെ ഞങ്ങളുടെ കുക്കിങ്ങൊക്കെ ഏകദേശം പകൽ തന്നെ തീരലാണ്. രാത്രി അങ്ങനെ അധികം കുക്കിങ്ങൊന്നും ഉണ്ടാവലില്ല. അപ്പോൾ ഇതുപോലെ രാത്രി കുക്കിംഗ് ഉണ്ടാവുമ്പോൾ ആൾ വന്നിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം ഞങ്ങൾ ഉമ്മയും ഞാനും ആണെന്നുണ്ടെങ്കിൽ ഈ വഴിക്കൊന്നും അങ്ങനെ വരാറില്ല കേട്ടോ. ഞാനിപ്പോൾ ഒറ്റക്കാണെങ്കിൽ വരും. പിന്നെ ഞാനങ്ങനെ ഡെയിലി കാക്കാൻ ഇങ്ങനെ കുക്കിങ്ങിനൊന്നും വിളിക്കില്ല. കാരണം ആൾ വർക്ക് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞങ്ങൾ രണ്ടാളുണ്ടല്ലോ, ഞങ്ങൾ പെട്ടെന്ന് തന്നെ ജോലി തീർത്ത് പോയി കഴിക്കൽ വിടാൻ നോക്കുള്ളൂ. അപ്പോൾ ഷെഫ് അത്ര മോശമൊന്നുമല്ല കേട്ടോ, അടിപൊളിയായിട്ട് കുക്കൊക്കെ ചെയ്യും. ഇന്ന് വീക്ക് ഓഫ് ആയിരുന്നല്ലോ, അപ്പോൾ ഞങ്ങൾ പുറത്തൊക്കെ പോയി കുറച്ച് നേരം നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് നടന്ന് വളരെ ഹാപ്പി ആയിട്ട് എൻ്റെ വീട്ടിലേക്കൊക്കെ വന്ന് പിന്നെ അതാ അങ്ങനെ കുക്കൊക്കെ ചെയ്ത് സമാധാനമായിട്ട് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ച സമയത്ത് ഒരു കാര്യം സംഭവിച്ചു. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകേണ്ടി വന്നിട്ടോ. അപ്പോൾ അതെന്താണെന്ന് ഞാൻ ലാസ്റ്റ് പറയാം. ഞാൻ പത്തിരി ഒരിക്കലും മോർണിംഗ് ഉണ്ടാക്കലില്ല കേട്ടോ. കാരണം നല്ല മെനക്കെട്ട പണിയാണല്ലോ ഇത്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കൽ എനിക്ക് പൊതുവേ കുറച്ച് മടിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലില്ല എന്നല്ല, ഉണ്ടാക്കൽ ഞാൻ തന്നെയാണ്. പക്ഷെ ഉണ്ടാക്കാൻ മടിയാണ്. ലഞ്ചും ഡിന്നറും ഒക്കെയാണ് എനിക്കിഷ്ടം കൂടുതൽ ഉണ്ടാക്കാൻ. എൻജോയ് ചെയ്ത് ഉണ്ടാക്കൽ പൊതുവേ അതാണ്. ബ്രേക്ക്ഫാസ്റ്റിൽ കുറച്ച് എനിക്ക് മടി തന്നെയാണ് പത്തിരി ഉണ്ടാക്കൽ കേട്ടോ. അത് വേണമെങ്കിൽ ഡിന്നറിലോട്ട് മാറ്റിയാൽ എനിക്ക് പ്രശ്നമില്ല അങ്ങനെ. പക്ഷേ എനിക്ക് ഒരുപാട് ക്വാണ്ടിറ്റി കൂടുമ്പോൾ എനിക്ക് ഭയങ്കര മടുപ്പ് തോന്നും. ഒരിക്കലും ഞാനിതുവരെ മടുപ്പ് തോന്നി നിർത്തിയ പണിയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇന്നുണ്ടല്ലോ ഒരു ക്ഷീണം പോലെ എനിക്ക് തോന്നിയിട്ടില്ല. നല്ല രസമായിരുന്നു. ഞങ്ങൾ നല്ല എൻജോയ് ചെയ്താട്ടോ ചെയ്തത്. എന്താ പറയുക, നമ്മൾ ചുടുന്നത് പോലും എനിക്ക് ഒട്ടും ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. കാരണം അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ രണ്ടാളൂടെ ചെയ്തുകൊണ്ട് ഇത് ബാലൻസിങ്ങിലായിട്ട് പോയിട്ടോ. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ടാൾക്കും വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഒട്ടും ടയേർഡാവുക ഒന്നും ഉണ്ടായില്ല. നല്ല രസമായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. ഞാനും ശരിക്കും പറഞ്ഞാൽ കിച്ചണിൽ ജോലി ശരിക്കും ആണുങ്ങളും കൂടി ചെയ്യണം എന്നുള്ള മൈൻഡ് തന്നെയാണ്. ഞങ്ങളെപ്പോഴും പറയും, നമുക്കൊരു ആൺകുട്ടിയാണ് ഉണ്ടാണെങ്കിൽ കുറച്ചൊന്ന് വലുതായി കഴിഞ്ഞാൽ അവൻ്റെ കാര്യങ്ങൾ എന്താ പറയുക, കഴിച്ച പ്ലേറ്റ് എടുത്ത് വെക്കുക, വാഷ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യിപ്പിച്ച് പഠിപ്പിക്കണം എന്നൊക്കെ പറയും. അങ്ങനെ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇൻഡിപെൻഡൻ്റായിട്ട് ഇരിക്കുക എന്നുള്ളത് ഭയങ്കര വലിയ കാര്യമാണ്. പിന്നെ നമ്മളൊരു സ്നേഹത്തിൻ്റെ പേരിൽ ചെയ്തു കൊടുക്കും, അത് വേറെ കാര്യം. പക്ഷെ നമ്മളേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു കാര്യം വരുന്നത് ശരിയില്ല.
ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ ഹൈദരാബാദായിരുന്നു. ഏകദേശം ഒരു 9 മാസം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ആ ഒരു സമയത്ത് ഫുഡ് ഉണ്ടാക്കിയാൽ അപ്പം തന്നെ കഴിച്ച് തീർക്കും. അതിന് കണക്കാക്കി ഉണ്ടാക്കുള്ളൂ. കാരണം ഞാൻ പണ്ട് എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ ഫുഡ് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുക അല്ലെങ്കിൽ ചൂടാക്കി കഴിക്കുക ഇഷ്ടമല്ല. എനിക്കെന്തോ ഒട്ടും താല്പര്യമില്ലാത്ത കാര്യം. പെട്ടെന്ന് എനിക്ക് വയറിനൊക്കെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഞങ്ങളതിനെ കഴിക്കലില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടാക്കുന്നത് അപ്പം തന്നെ കഴിച്ച് തീർക്കും കേട്ടോ. അതിന് കണക്കാക്കി ഉണ്ടാക്കുകയുള്ളൂ. പക്ഷേ ഇപ്പം ഡിന്നർ ആണെങ്കിൽ ഒരു ടൈമിൽ കിച്ചണിൽ പോകും, അപ്പം തന്നെ ഉണ്ടാക്കും, അപ്പം തന്നെ കഴിക്കും, അപ്പം തന്നെ കിച്ചൺ ക്ലോസ് ചെയ്ത് പോരും. ആ ഒരു സിസ്റ്റമായിരുന്നു. എല്ലാം ഫ്രഷ് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. ഏറ്റവും കൂടുതൽ പണിയെടുത്തതിൽ ആരാന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. അങ്ങനെ എനിക്ക് പാവം തോന്നിയിട്ട് ഞാൻ പറഞ്ഞു, പത്തിരി ചുട്ടുതരാം, ഈ പരത്തിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പരത്തി തന്ന് ഞാൻ ചുട്ടാണ്ടോ. അപ്പോൾ നമുക്ക് ഫാസ്റ്റായിട്ട് പണി കഴിയുമല്ലോ. അങ്ങനെ എല്ലാം ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കഴിക്കാം. പത്തിരി വലിയതാക്കിയിട്ടൊന്നുമല്ല കേട്ടോ പരത്തിക്കുന്നത്. എനിക്ക് ഈ ഒരു അളവിലുള്ള പത്തിരിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം നമുക്കൊരു ഹോംലി ഫീൽ തോന്നുന്നെങ്കിൽ ഈ ഒരു ടൈപ്പാണ്. മറ്റേത് കുറച്ച് മെനക്കെട്ട പണിയുമാണ്. പക്ഷേ എനിക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നത് ഈ ഒരു സൈസിലാണ്. സോ എനിക്ക് അത് തന്നെയാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ചെപ്പം എല്ലാം റെഡിയാക്കുന്ന സമയം കൊണ്ട് എല്ലാം എടുത്ത് വെക്കാനും. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ തേങ്ങയൊക്കെ ചിരക്കി തേങ്ങാപ്പാൽ ഉണ്ടാക്കുകയാണ്. ഈ ഒരു പണി മാത്രം പുള്ളിക്ക് അറിയില്ല കേട്ടോ. ഈ ഒരു സാധനത്തിൽ ചേട്ടൻ ഞങ്ങൾ താമസിച്ചിരുന്ന സമയത്ത് വേറൊരു സംഭവമായിരുന്നു, ഇങ്ങനെ കറക്കുന്ന സംഭവമായിരുന്നു. അതിലേക്ക് തേങ്ങ ചട്ടി തരുമായിരുന്നു. പക്ഷേ ഇതിൽ ചെയ്യാൻ അറിയില്ല, കൈയൊക്കെ എപ്പോഴും മുറിയും അങ്ങനെ ചെയ്താൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ കൊടുക്കലില്ല. ഇതൊന്നും അറിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് വലിയൊരു ഉപകാരമായേനെ. അപ്പോൾ കഴിക്കുന്ന സമയത്ത് ചെപ്പ് പറയാമായിരുന്നു, ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഇങ്ങനെ കഴിക്കുമ്പോഴെന്ന്. എനിക്കും തോന്നി. കാരണം ഒരാൾക്ക് മറ്റൊരാളെ സപ്പോർട്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ പണിയെടുക്കാതെ വിലസി കിടക്കുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അവരൊക്കെ പണിയെടുത്ത് ശീലിപ്പിക്കുക, എന്നിട്ട് ഇതുപോലെ എൻജോയ് ചെയ്ത് കഴിക്കുക. അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി എന്താ സംഭവിച്ചതെന്ന് പറയാം. ഹോസ്പിറ്റലിൽ പോകാൻ കാരണം ഞങ്ങളിതുപോലെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഏകദേശം വയറൊക്കെ നന്നായിട്ട് ഫുള്ളായപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പോയിട്ട് കിടന്നു, പാത്രമൊക്കെ ഞാൻ കഴുകി വെച്ചോളും, കിടന്നോളാൻ പറഞ്ഞ് റൂമിലേക്ക് പോയി. ആ റൂമിലേക്ക് പോകുന്ന സമയത്ത് ആളെ കാലിലൊരു പഴുതാര വന്ന് കുത്തിയിട്ടോ. പഴുതാരന് ഇപ്പം നിങ്ങളെന്താ പറയുക, കരിങ്ങാണി എന്നാണോ പറയുക? നമ്മളെ നാട്ടിലെ പഴുതാര എന്നാണ് പറയുക. അത് വന്ന് കുത്തിയിട്ട് നമുക്കറിയില്ലല്ലോ, പോയ്സൺ ആവുന്നൊക്കെയാണ് ഞാൻ കേട്ടേക്കുന്നത് പണ്ട്. അങ്ങനെ നമ്മൾ വേഗം ഹോസ്പിറ്റലിലേക്ക് പോയി. ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് കുറച്ച് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യേണ്ടി വന്നിട്ടോ. ബ്ലഡിൽ എന്തെങ്കിലും പോയ്സൺ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കുറച്ച് നേരം ഒബ്സർവേഷനിലൊക്കെ ഇരുന്നിട്ട് വീട്ടിലേക്ക് വന്നു. കാലിൽ നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വേഗം ഹോസ്പിറ്റലിലേക്ക് പോയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒക്കെ നോർമലായിട്ടോ. അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് തിരിച്ചു വരായിരുന്നു. കാലിൽ നല്ല വേദനയൊക്കെ ആയപ്പോൾ ആകെ പാനിക്കായി പോയിട്ടോ. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം ഓക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.